എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു PYQ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ് ലീലാതിലകം. ലീലാതിലകത്തെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലക്ഷണമൊത്ത മണിപ്രവാളത്തിൻ്റെ ലക്ഷണമൊത്ത ഗ്രന്ഥമാണ് ലീലാതിലകം. സംസ്കൃത ഭാഷയിലാണ് ഇത് എഴുതിയത്. 14-ാം നൂറ്റാണ്ടിലാണ് ലീലാതിലകത്തിൻ്റെ കാലഘട്ടമായിട്ട് അറിയപ്പെടുന്നത്. ആറ്റൂർ കൃഷ്ണപ്രസാരടി 1917 ലീലാതിലകം പൂർണ്ണമായി മലയാളത്തിൽ വിവർത്തനം ചെയ്തു എന്ന് പറയപ്പെടുന്നു. 1955 ആയപ്പോൾ ഇളംകുളം കുഞ്ഞൻപിള്ള വ്യാഖ്യാന സഹിതം മലയാളത്തിൽ വിവർത്തനം ചെയ്തു. പാട്ട്, മണിപ്രവാളം, കേരള ഭാഷ, നമ്പ്യാൻ തമിഴ് എന്നീ വിഷയങ്ങൾ ലീലാതിലകത്തിൽ പരാമർശിക്കുന്നുണ്ട്. 8 ശില്പങ്ങളായിട്ട് 151 സൂത്രങ്ങളാണ് ലീലാതിലകത്തിൽ ഉള്ളത്. ഇവിടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്ന ലീലാതിലക ദീപിക എന്ന വ്യാഖ്യാനം നൽകിയത് ആര്? VV കൃഷ്ണൻ നായർ. അപ്പോൾ മണിപ്രവാള സാഹിത്യ ഭാഷയ്ക്ക് ലക്ഷണ ഗ്രന്ഥമാണ് ലീലാതിലകം. സൂത്രം, വൃത്തി, സ്വരൂപങ്ങൾ എന്നിങ്ങനെയാണ് ലീലാതിലകത്തെ എഴുതിയിട്ടുള്ളത്. ആദ്യം പ്രസിദ്ധീകരിച്ചത് അപ്പൻ തമ്പുരാൻ 1909 മംഗളോദയം മാസികയിൽ ലീലാതിലകം 1-ാം ശില്പം മാത്രം പ്രസിദ്ധീകരിച്ചു. ആദ്യ സമ്പൂർണ്ണ വ്യാഖ്യാനം നൽകിയിരിക്കുന്നത് ആറ്റൂറാണ്. പിന്നെ ഇതിന് കൈരളി തിലകമെന്ന് ശൂരനാട് കുഞ്ഞൻപിള്ള 1946 വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലീലാതിലകത്തെ പറ്റി നമ്മൾ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കി വേണം പോവേണ്ടത്. പിന്നെ ലീലാതിലകത്തിന് ആദ്യമായി ഇംഗ്ലീഷ് വ്യാഖ്യാനം ചെയ്തത് KM എഴുത്തച്ഛനാണ്. പ്രാചീന കൃതികളിൽ പുരന്ദരഗിരി എന്ന വിശേഷണം ഏത് സ്ഥലത്തിനാണ് നൽകിയിട്ടുള്ളത്? 2ാമത്തെ ക്വസ്റ്റ്യനാണ്. പ്രാചീന കൃതികളിൽ പുരന്ദരഗിരി എന്ന വിശേഷണം നൽകിയ സ്ഥലം ഏതാണ്? ആറന്മുളയാണ്. തിരുനിഴൽമാലയിലാണ് ഈ ഒരു പേരിൻ്റെ പരാമർശം നൽകിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പടയണിക്കല പരിഷ്കരിച്ചത് ആര്? ചേലനാട്ട് അച്യുതമേനോനാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ക്രമത്തിൽ എഴുതുക. റൊമാൻറ്റിസം, റിയലിസം, എക്സ്റ്റൻഷ്യലിസം, സ്ട്രക്ചറലിസം, ക്ലാസിസം എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമതായി പറയേണ്ടത് ക്ലാസിസം, 2 റൊമാൻറ്റിസം, 3ാമത്തെ റിയലിസം, 4 എക്സ്റ്റൻഷ്യലിസം, 5ാമത്തേതാണ് സ്ട്രക്ചറലിസം. ഇതിൽ ക്ലാസിസത്തിനെ പറ്റി നമുക്കൊന്ന് വിശദീകരിച്ച് പോവാം. ക്ലാസിസം എന്ന് പറയുന്നത് സാഹിത്യകൃതിയുടെ ശൈലിയെ പറ്റിയും പിന്നെ ഇതിനൊരു പാരമ്പര്യം അവകാശപ്പെടാനുണ്ടാവും, മാതൃകാ അവലംബവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ റോമിലെയും ഗ്രീസിലെയും പ്രാചീന സാഹിത്യത്തെയും ഉദാഹരണമായി എടുത്തുകൊണ്ടുള്ള കൃതികളാണ് കൂടുതലും ക്ലാസിസത്തിൽ കാണുന്നത്. ഹോമർ, വിർജിൻ, ഇലിയഡ് എന്നിവരുടെ കൃതികളാണ് ക്ലാസിസ കൃതികളിൽ പരാമർശിച്ചിട്ടുള്ളത്. തുടർന്ന് റൊമാൻറ്റിസത്തെ പറ്റി പറയുകയാണെങ്കിൽ റൊമാൻറ്റിക് രീതിയിൽ 18-ാം നൂറ്റാണ്ടിൽ വന്ന പ്രസ്ഥാനമാണ്. നമ്മുടെ 18-ാം നൂറ്റാണ്ടിലാണ് ഈ പ്രസ്ഥാനം വന്നത്. നിയോ ക്ലാസിക്കൽ എതിരായി യൂറോപ്യൻ കൺട്രികളിൽ രൂപപ്പെട്ടതാണ് റൊമാൻറ്റിസം. പല തരത്തിൽ നിർവചനങ്ങൾ റൊമാൻറ്റിസത്തിൽ ഉണ്ട്. സൗന്ദര്യം, ദർശനം, വീക്ഷണം, വസ്തുനിഷ്ഠമായിട്ടുള്ള ആശയം, വ്യക്തികൾ, വികാരം, ഭാവതീവ്രത, അനുഭൂതികൾ എന്നിവയ്ക്ക് റൊമാൻറ്റിസത്തിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. റൊമാൻറ്റിക് കവികളിൽ നമുക്ക് മലയാളത്തിൽ പറയാനാണെങ്കിൽ ചങ്ങമ്പുഴയുടെ കൃതികൾ ഉദാഹരണമായി കൊടുക്കാം റൊമാൻറ്റിസത്തിന്. അടുത്തതാണ് റിയലിസം. റൊമാൻറ്റിക് നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പാർട്ടാണ് റിയലിസം. വളരെ യഥാർത്ഥമായ അനുഭവങ്ങളാണ്
ഇതിൽ കൂടുതലായിട്ടും ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് സത്യസന്ധതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മേഖലയാണ് റിയലിസം. ഫ്രഞ്ച് നിരൂപകനായ ബോർബർ ഹോബിൻ്റെ നിർവചനത്തിൽ കൂടുതലും പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ വശത്തെയും അതുപോലെ അവതരിപ്പിക്കാൻ ഈ റിയലിസത്തിന് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. അടുത്തൊരു സെഷനാണ് എക്സ്റ്റൻഷ്യലിസം. ഇവിടെ കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ജീവിത ദർശനത്തിനും അതുപോലെ അസ്തിത്വവാദത്തിനുമാണ് കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. കിർക്കിഗാരെയാണ് എക്സ്റ്റൻഷ്യലിസത്തിൻ്റെ വക്താവ്. പ്രാഥമികമായി ഉയർന്നു വരാൻ റൊമാൻറ്റിസത്തെ സഹായിച്ച വ്യക്തിയും കിർക്കിഗാരെയാണ്. അപ്പം ഒരു മനുഷ്യൻ എങ്ങനെയാണ് അതേപോലെ മനുഷ്യൻ്റെ സ്വഭാവത്തെ അതേപോലെ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു മേഖലയാണ് എക്സ്റ്റൻഷ്യലിസം. അടുത്ത ലാസ്റ്റ് വണ്ണാണ് സ്ട്രക്ചറലിസം. ഘടനാവാദം എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. ഫെർഡിനാൻഡ്സൺ അവതരണം പരസ്പര ബന്ധമുള്ള ഘടനയുടെ നിരീക്ഷണമാണ്. റോമൻ ജീൻസൺ ആണ് വക്താവെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും സാഹിത്യ പ്രസ്ഥാനങ്ങളെ പറ്റിയുള്ള ഓപ്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. റൊമാൻറ്റിസം, റിയലിസം, സ്ട്രക്ചറലിസം, അതുപോലെ എക്സ്റ്റൻഷ്യലിസം. ഈ 4 മേഖലകളിലെയും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എപ്പോഴും പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. നസീഹത്ത് മാലയുടെ കർത്താവ് ആര്? ആരാണ്? മാനകരാകത്ത് കുഞ്ഞിക്കോയയാണ് നസീഹത്ത് മാലയുടെ കർത്താവ്. പ്രാതിശാഖ്യങ്ങൾ ഏത് ഭാഷാശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രാതിശാഖ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഏതൊക്കെ മേഖലയായിട്ട്? സ്വനവിജ്ഞാനം, ഉച്ചാരണ ശബ്ദം. ഇതിൽ സ്വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? സ്വനങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. സ്വന ഉൽപാദനം, സഞ്ചാരം, വിജ്ഞാനം എന്നിങ്ങനെ നമ്മൾ ഓരോ വാക്കുകൾ ഉൽപ്പാദിപ്പിക്കൂലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ആശയം നിൽക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. തുള്ളലിൻ്റെ ഉത്ഭവത്തെ പറ്റി ചേലനാട്ട് അച്യുതൻ്റെ അഭിപ്രായം എന്താണ്? കൂടുതലും ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ചേലനാട്ട് അച്യുത മേനോൻ്റെ. ആൻസർ. പടയണിക്കുപയോഗിച്ച സാമ്പ്രദായിക കലയെ പരിഷ്കരിച്ചുണ്ടാക്കിയതാണ്. തുള്ളൽ എന്ന് പറയണത് പടയണിക്ക് ഉപയോഗിച്ച സമ്പ്രദായ കലയെ പരിഷ്കരിച്ചുണ്ടാക്കിയതാണ് എന്നൊരു അഭിപ്രായമാണ് ചേലനാട്ട് അച്യുതമേനോൻ നൽകിയത്. അടുത്ത ക്വസ്റ്റ്യൻ. ഘടകർപ്പര കാവ്യം മലയാളത്തിൽ വിവർത്തനം ചെയ്തത് ആര്? ഇത് കൂടുതലും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പ്രദീപൻ പാമ്പരിക്കുന്ന്. പ്രദീപൻ പാമ്പരിക്കുന്ന് നമ്മളെപ്പോഴും ഒരു കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ദളിത് ചിന്തകനാണ്. സംസ്കൃത സർവകലാശാലയിൽ മലയാളം അധ്യാപകനായിരുന്നു. പിന്നെ കെരി എന്ന നോവൽ എഴുതിയത് അദ്ദേഹമാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ശ്രീലങ്കൻ പോരാട്ട ചരിത്രം പ്രമേയമായ നോവൽ ഏതാണ്? സുഗന്ധിയാണ്. ഇ.വി. രാമകൃഷ്ണൻ എഴുതിയ സുഗന്ധിയാണ് ശ്രീലങ്കൻ പോരാട്ട ചരിത്രത്തിൽ പ്രമേയമാക്കി എഴുതിയ നോവൽ. അപ്പോൾ ഈ നോവലിൽ ഡോക്ടർ രജനി, ദേവനായകി, സുഗന്ധി എന്നീ സ്ത്രീകളുടെ കഥയാണ് ഈ നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്ത് രചനാകാലമനുസരിച്ച് ഓർഡറിലാക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. ക്രമത്തിൽ എഴുതുക എന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് കേറ്ററ്റിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിലൊന്ന് മലയായ്മയുടെ വ്യാകരണം, കേരള ഭാഷാ വ്യാകരണം,
കേരള പാണിനി, കേരള കൗമുദി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് വ്യാകരണപരമായിട്ടുള്ള കൃതികൾ തന്നിട്ട് അതിനെ ഓർഡറിൽ എഴുതാനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളതിൽ നമ്മൾ വ്യാകരണ ഗ്രന്ഥങ്ങളുടെ കാലങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വ്യാകരണ ഗ്രന്ഥങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ മലയായ്മകയുടെ വ്യാകരണം, അതാണ് ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. 1863 കാലഘട്ടം. ജോർജ് മാത്തനാണ് ഇത് എഴുതിയിരിക്കുന്നത്. 48 അക്ഷരങ്ങളും അതുപോലെ ഇതിനെ 2 ഭാഗങ്ങളാക്കിയാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് അക്ഷരലക്ഷണവും പദലക്ഷണവും. അപ്പോൾ അടുത്ത കൃതി എന്ന് പറയുന്നത് കേരള ഭാഷാ വ്യാകരണമാണ്. പാച്ചുമുത്തിൻ്റെതാണ്. 1877 ഈ കൃതി വെളിച്ചത്തോട്ട് വന്നത്. തദ്ദേശ ഭാരത രീതിയും സംസ്കൃത ഭാഷയും കൂടെ ചേർന്ന രീതിയിലാണ് ഈ കൃതി എഴുതിയിരിക്കുന്നത്. 8 ഖണ്ഡങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത കൃതി എന്ന് പറയുന്നത് കേരള കൗമുദിയാണ്. ഗോവിന്ദൻ നെടുങ്ങാടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളിലാണെങ്കിൽ സംസ്കൃതവും മലയാളവും എന്ന ഗുണ്ടത്തിൻ്റെ വാദമില്ലേ, ആ വാദത്തിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് കേരള കൗമുദി എഴുതിയിരിക്കുന്നതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അടുത്താണ് കേരള പാണിനി. AR രാജരാജവർമ്മയുടെ കേരള പാണിനി നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ട ഒരു വ്യാകരണ ഗ്രന്ഥമാണ്. അപ്പോൾ ഇത് 2 ഭാഗങ്ങളായിട്ട് ഈ വ്യാകരണ ഗ്രന്ഥത്തെ തിരിച്ചിട്ടുണ്ട്. ആഗമരീതി എന്നും ദ്വിതീയ രീതി. അതിൽ ആഗമരീതി 1896 രണ്ടാം ഭാഗം 1917 കേരള പാണിനി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. പിന്നെ അടുത്തത് വ്യാകരണമിത്ര 1904 ശേഷഗിരി പ്രഭു തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇത്രയും PYQs നന്നായിട്ട് ഒന്ന് കേട്ടേക്കണം.